കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധ പ്രകടനവുമായി പ്രവർത്തകർ. പോലീസ് സ്റ്റേഷനിൽ കനത്ത സുരക്ഷയാണ്. സ്റ്റേഷന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു. MP-യും UDF പ്രവർത്തകരും ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു നടപടിയുമില്ലെന്നും CPIM തിരക്കഥയാണ് പേരാമ്പ്രയിൽ ഉണ്ടായത് എന്നും നേതാക്കൾ പറഞ്ഞു. CPM ഒരു കഥയുണ്ടാക്കിയപ്പോൾ ആ കഥ ശരിവെക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ് അവിടുത്തെ പോലീസ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. MP-ക്കെതിരെ മാത്രമല്ല പ്രിവിലേജ് നോട്ടീസ് പോകുന്നു കണ്ടപ്പോൾ ആ പ്രിവിലേജിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും CPM-ൻ്റെ കഥ ശരിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ പോലീസ് നടത്തുന്ന ഏറ്റവും അപലപനീയമായിട്ടുള്ള ശ്രമമാണ് വാദിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള. പേരാമ്പ്രയിൽ പോലീസിൻ്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ വീടുകളിൽ കയറി പരിഭ്രാന്തി സൃഷ്ടിച്ച് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ വരെ ഡയറക്ഷൻസ് വരെ കാറ്റിൽ പറത്തി ഉറങ്ങിക്കിടക്കുന്നവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് പോലീസിൻ്റെ ഗുണ്ടായിസമാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാം, കേരള പോലീസിൻ്റെ കൈയും കാലും ബ്രെയിനും CPM ബന്ധിച്ചിരിക്കുക. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, അവിടെ പ്രതിഷേധമുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, പേരാമ്പ്രയിലെ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയത്. UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. പേരാമ്പ്ര നഗരത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. ഇപ്പോൾ പ്രതിഷേധ പ്രകടനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത 5 പേരെയും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. അല്പസമയം മുമ്പാണ് അവരെ 5 പേരെയും സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഇതിന്റെ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. UDF പ്രവർത്തകർ അതുപോലെ തന്നെ പിടിയിലായവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഇതിന്റെ മുൻഭാഗം, സ്റ്റേഷന്റെ മുൻഭാഗം അടക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുമുണ്ട്. എന്നാലും നിലവിൽ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നാളെ സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുന്നത് CPIM-ന്റെ തിരക്കഥക്കനുസരിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അതേസമയം തന്നെ MP-യെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പോലീസുകാരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് സ്ഫോടക വസ്തു എറിഞ്ഞതും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി പോലീസ് പറയുന്നത് എന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് CPIM-ന്റെ ഒരു വിശദീകരണ യോഗമുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് പേരാമ്പ്രയിൽ യോഗം ആരംഭിക്കുക. അതിൽ EP ജയരാജനാണ് പങ്കെടുക്കുന്നത്. അനുജ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.